എന്നാൽ ദൈവം നമ്മളെ സ്നാനത്തിൽ കൂടെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മുഖാന്തരമുള്ള സ്നാനത്തിൽ കൂടെ വീണ്ടെടുത്തത് യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനമേറ്റിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം വിട്ടവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഹൃദയം കൊണ്ട് ഈ ലോകത്തു നിന്ന് അവരെന്താണ് രക്ഷപ്പെട്ടവരാണ്. ഈ ദുഷ്ടലോകത്തു നിന്ന് മാനസാന്തരം വഴി നമ്മൾ എന്താണ് രക്ഷ പ്രാപിച്ചവരാണ്. തീക്കായിട്ട് വെച്ചിരിക്കുന്ന ഈ ലോകത്തിൽ നമുക്ക് പങ്കുമോഹരിയും ഇല്ല എന്നുള്ള സത്യം നമ്മൾ ആദ്യം ഗ്രഹിക്കുക മാത്രമല്ല, ഈ ലോകത്തിൽ സമ്പന്നനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിന്റെ മക്കളാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചോളം ദൈവരാജ്യത്തിൽ സമ്പന്നതയോടെ ജീവിക്കുവാൻ തക്കവണ്ണം ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് അവനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ബഹുസമ്പന്നനായിരുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്, ചരിത്രത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ബഹുസമ്പന്നനായിരുന്നു. എന്നാൽ താൻ എന്താണ് സമ്പത്തിനെ സ്നേഹിച്ചത് മാത്രമല്ല, സമ്പത്തിനെ കൈവിട്ട് കളഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ എന്താണ് നീതിയോടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം തന്നെ എല്ലായ്പ്പോഴും ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് മുന്നേറുകയാണ്. അപ്പോൾ ദ്രവ്യാഗ്രഹമാണ് പല വിശ്വാസികളെയും എന്താണ് നശിപ്പിച്ചു കളയുന്നത്. പല ശുശ്രൂഷകന്മാരെയും ദ്രവ്യാഗ്രഹം നശിപ്പിച്ചു കളയാണ്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ കാര്യങ്ങളിൽ ദ്രവ്യം വന്നു ധരിക്കുക, സമ്പത്ത് വന്നു ധരിക്കുക. സമ്പത്ത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു? നമ്മുടെ ആഡംബരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ തകർന്നു പോകും.